ഉല്ലാസ് ബാബു, ശരിക്കും ബി ജെ പിയുടെ നിലപാട് ഈ വിഷയത്തിൽ ഇത് എന്താണ്? ഇത് ഇ പി ജയരാജനെതിരായ ഗൂഢാലോചന എന്നതാണോ? അതോ എന്താണ് ഇ പി ജയരാജൻ്റെ ഇത് ഇ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അടരുകൾ ആത്മാർത്ഥമായി എടുത്തു പറയുന്ന, അദ്ദേഹത്തിൻ്റെ വേദനകളും സങ്കടങ്ങളും തുറന്നു പറയുന്ന അദ്ദേഹത്തിൻ്റെ ശരിയായ ആത്മാർത്ഥതയാണോ പുറത്തു വന്നത്, അതോ ഇ പിയുടെ ഭാഗത്താണോ ബി ജെ പി? ഉല്ലാസ് ബാബു, നമുക്ക് രണ്ട് കാര്യങ്ങൾ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ളൊരു തലമുണ്ടല്ലോ. അപ്പോൾ ഒരു വിഷയം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ ആപ്റ്റ് ടൈമാണ് ചൂസ് ചെയ്യുക ആ പ്രൊഡക്റ്റിൻ്റെ ആളുകളെന്ന് പറയും. പക്ഷേ ഇത് സംബന്ധിച്ച് DC ബുക്സിനെ പോലെയുള്ളൊരു സ്ഥാപനം ആ ആപ്റ്റ് ടൈം യൂസ് ചെയ്തുകൊണ്ട് ആ ദിവസം പ്രഖ്യാപനം നടത്തുന്നു, ആ ദിവസം അതൊരു വിവാദമാകുന്നു. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ നേതാവിൻ്റെ സമ്മതമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ആ രാഷ്ട്രീയ നേതാവിന് ആ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമാണതുണ്ട്. ഞങ്ങൾ BJP കുറച്ച് മാസങ്ങളായിട്ട് ആരോപിക്കുന്നൊരു വിഷയം ഞങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ആരോപണമാണ് ഹാഷ്മി. എന്താണുള്ളത്? കോൺഗ്രസ് സംവിധാനത്തിനോട് ചേർന്ന് നിന്നുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു അജണ്ട മാധ്യമരംഗത്തും മാധ്യമ പ്രവർത്തകരുടെ രംഗത്തും സെറ്റ് ചെയ്തതായിട്ട് അത് BJPയുടെ രാഷ്ട്രീയ ആരോപണം തന്നെയാണ്. BJP അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് അന്നത്തെ ദിവസം ആ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇതേപോലെയുള്ള ഒരു 172 പേജുള്ള പുസ്തകങ്ങളും ആ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റുകളൊക്കെ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പിന്നിൽ സ്വാഭാവികമായിട്ട് ഒരു എന്താ പറയുക ഒരു ഗൂഢാലോചന നമ്മളും സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം അതിനകത്ത് ആ ദിവസം തിരഞ്ഞെടുത്തതിലും ആ സമയം തിരഞ്ഞെടുത്തതിലും ആ പോളിംഗ് ദിവസം തിരഞ്ഞെടുത്തതിലുമൊക്കെ അത് ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ ആയിക്കോട്ടെ, ആ രാഷ്ട്രീയ നേതാവ് വന്ന് കൃത്യമായി പറയുന്നത് ഇതെൻ്റെ സംവിധാനമല്ല, എനും അറിയാത്ത കാര്യമാണ്, അദ്ദേഹം അതറിഞ്ഞോ, അദ്ദേഹവും DC തമ്മിൽ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നോ, ആ എഡിറ്റ് വെർഷൻ അദ്ദേഹം കാണിച്ചിരുന്നോ, കമ്പോസ് ചെയ്ത് അദ്ദേഹത്തെ കാണിച്ചിരുന്നോ, അതിനുശേഷമാണോ വന്നത് എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. പിന്നെ പ്രസാധകൻ എഴുത്തുകാരൻ അറിയാതെ ആ ദിവസം പ്രഖ്യാപിക്കപ്പെടുമോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഞങ്ങൾ ആരോപിക്കുന്നത് BJP സംബന്ധിച്ചിടത്തോളം BJPയുടെ രാഷ്ട്രീയ ആരോപണം വളരെ കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്. PR കമ്പനികളെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് അനുകൂല റിസൾട്ട് ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ളൊരു പ്രയത്നം പല ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ആ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇതുപോലെയുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചന അന്നത്തെ CPM ഉന്നയിക്കുന്ന ആരോപണമാണ്. ഇപ്പോൾ CPM പ്രതിയില്ലാത്ത അഭാവത്തിൽ താങ്കൾ ഉന്നയിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഉല്ലാസ് ബാബു താങ്കൾ ചോദിക്കുന്ന പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് ദിവസം എന്തുകൊണ്ട് രാവിലെ ഈ ബുക്ക് പുറത്തു വന്നു എന്നാണ് താങ്കൾ ഉന്നയിക്കുന്ന സംശയം. ഉല്ലാസ് ബാബു, ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ ഈ പുസ്തകത്തിൻ്റെ പ്രിൻറ്റുകൾ വരാനുള്ള ദിവസം എന്നാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രിൻറ്റുകൾ അവരുടെ പുസ്തകശാലകളിലേക്ക് എത്തും എന്നറിയിച്ചിരുന്ന ആ പുസ്തകശാലകൾ ഈ പ്രിൻറ്റുകൾ റാക്കുകൾ അടുക്കാൻ കാത്തിരുന്ന ദിവസം ഏതാണ്? കാത്തിരുന്ന ദിവസം എന്ന് പറയുന്നത് ഈ പറയുന്ന 13-ാം തീയതിയാണ്. എന്ന് പറഞ്ഞാൽ ചേലക്കരയിലും വയനാടും ബൈ ഇലക്ഷൻ നടക്കുന്ന 13-ാം തീയതിയാണ് ഈ റാക്കുകളിൽ പുസ്തകങ്ങൾ എടുക്കാൻ പുസ്തകശാലകൾ കാത്തിരുന്നത്. അതിന് തലേ ദിവസമാണ് ഉടൻ വരുന്നു ഇ പിയുടെ ആത്മാത എന്ന DC-യുടെ ഈ പറയുന്ന അവരുടെ ഒഫീഷ്യൽ ഹാൻഡിൽ അത് വരുന്നത്. അന്ന് 10 മണിക്ക് പുസ്തകത്തിൻ്റെ പ്രിൻ്റ് വരേണ്ടതാണ്. അന്ന് രാവിലെ ടൈംസ് ഓഫ് ഇന്ത്യ ആ വാർത്ത അടിക്കുന്നു. എന്തുകൊണ്ടാണ് ആ ദിവസം ആ വാർത്ത വരുന്നത്? എന്തുകൊണ്ടാണ് ആ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യയിൽ ആ വാർത്ത വരുന്നത്? എന്തുകൊണ്ടാണ് ആ ദിവസം ആ പുസ്തകത്തിൻ്റെ വിവരങ്ങൾ ഞങ്ങളുടെ റിപ്പോർട്ടർ കിട്ടുന്നത്? ആ ദിവസം ആ പുസ്തകത്തിൻ്റെ പ്രിൻറ്റിങ് പൂർത്തിയായി അത് കടകളിലേക്ക് എത്താൻ വരുന്നത് കൊണ്ടാണ്. ആ യാഥാർത്ഥ്യം അറിയാത്തവരല്ല BJPക്ക് ആ യാഥാർത്ഥ്യം ഒറ്റ ഫോൺ കോൾ അറിയാൻ പറ്റുന്നതാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ CPMൻ്റെ അതേ വാദം എന്തുകൊണ്ടാണ് BJP ഉന്നയിക്കുന്നത്? ഉല്ലാസ് ബാബു, അല്ല ഹാഷ്മി, CPMൻ്റെ അതേ വാദം എന്നുള്ളതല്ല ഇതിനകത്ത് ആ ദിവസം ഈ വിഷയം പുറത്തു വിടുമ്പോഴും അതിൻ്റെ പുറകിലൊരു കൃത്യമായിട്ടുള്ളൊരു ടീം വർക്ക് ഉണ്ടാവുന്നു എന്നുള്ളത് ആ വാർത്ത പുറത്തു വിട്ട ശൈലി കണ്ടാൽ നമുക്ക് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകും. അവിടെ BJPക്ക് ഡാമേജിങ് വരുത്തുന്ന ഒരു ശൈലിയായിട്ട് BJPക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കുമല്ലോ. ഇപ്പോൾ ഹാഷ്മി പോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തകന് കൃത്യമായിട്ട് അറിയാം ഒരു വിഷയം വരുന്ന സമയത്ത് ആ വിഷയം എവിടെ കൊള്ളും, എവിടെ അത് ഡാമേജിങ് ആവും, എവിടെയാണ് അത് പ്ലസ് ആവുക എന്നുള്ളതൊക്കെ അറിയാം. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിരവധി വർഷങ്ങൾ നിൽക്കുന്ന ഇതിൻ്റെ നേതൃത്വം സ്വാഭാവികമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നോക്കൂ, DC ബുക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ വരിയുടെ ആവശ്യമുള്ളൂ. ഞങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് ഇതേ കാണിച്ചോ, ഇതേ പിടിച്ചോ, ഞങ്ങൾ തമ്മിൽ കൃത്യമായിട്ട് കമ്പോസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തമ്മിൽ അതിൻ്റെ പൈസ വീതം വെക്കുന്ന കാര്യങ്ങളടക്കം ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അതും ഇതേ കാണിച്ചോ എന്ന് പറയേണ്ട കാര്യമുള്ളൂ. അവരും അതൊരു പുകമുറയിൽ നിർത്തുകയല്ലേ ഉണ്ടായിരുന്നു. സെലിബ്രിറ്റി അല്ല, പക്ഷേ ഞാൻ പറഞ്ഞ പോയിന്റ് അങ്ങേക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞ പോയിന്റ് ഇലക്ഷൻ ആ ദിവസം രാവിലെ എങ്ങനെയാണ് ഈ വാർത്ത വരുന്നത് എന്ന ചോദ്യത്തിൻ്റെ മറുപടി, ഇലക്ഷൻ്റെ ആ ദിവസമാണ് ഈ വാർത്ത ഈ പുസ്തകം അതിൻ്റെ ഫൈനൽ അവരുടെ DC ബുക്സിൻ്റെ എന്താണ് അവരുടെ
എഡിറ്റോറിയൽ ടേബിളിൽ അതിൻ്റെ ഫൈനൽ ഓക്കെയും പൂർത്തിയാക്കി അത് പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് പോയി. ആ ദിവസം 10 മണിക്കാണ് ഇതിൻ്റെ പ്രിൻ്റഡ് വെർഷൻ വരേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ആ ദിവസം രാവിലെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർത്തയായി വരുന്നത്. അതുകൊണ്ടാണ് ആ ദിവസം അതിൻ്റെ വാർത്ത നമുക്ക് കിട്ടുന്നത്, 24 കിട്ടുന്നത്. ഉല്ലാസ് ബാബു, ആ കൺഫ്യൂഷൻ പരിഹരിച്ചോ? ശരിയായിരിക്കും ഹാഷ്മി. പക്ഷേ ഒരു പുസ്തകം സംബന്ധിച്ച് ഇപ്പോൾ EP ജയരാജനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ആശയപരമായിട്ട് ഞങ്ങൾ എതിർചേരിയിലുള്ള വ്യക്തിയാണ്, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ആൾ നിങ്ങളെ പോലെ തന്നെ ചാനലിൽ മുമ്പിൽ 3 തവണയോ 4 തവണയോ പത്രങ്ങളെ കണ്ടു എന്നാണ് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഞാൻ മനസ്സിലാക്കിയത്. കാസർഗോഡ്, ഉദുമയിൽ ഒക്കെ അദ്ദേഹം കണ്ടിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, ഞാൻ എഴുതിയ പുസ്തകം ഇതല്ല, എൻ്റെ വരികൾ ഇതല്ല, എൻ്റെ പേര് ഇതല്ല, എൻ്റെ ചട്ട ഇതല്ല, എൻ്റെ ഹെഡിങ് ഇതല്ല, ഞാൻ ഈ കാര്യങ്ങളൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അദ്ദേഹം തന്നെ ഉന്നയിക്കുന്നൊരു ഗൂഢാലോചന. ആ ഗൂഢാലോചന ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്? ആ ഗൂഢാലോചന എന്തിനു വേണ്ടിയിട്ടാണ് അന്ന് ഫ്ലാഷ് ആയി ബ്രേക്കിംഗ് ആയിട്ട് വരുന്നത്? ഇതൊക്കെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ആ പ്രവർത്തനം ഉണ്ടായാലും ആ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മാധ്യമ രംഗത്ത് നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് വീക്ഷിക്കും, സ്വാഭാവികമല്ലേ? ആ വീക്ഷിക്കുന്ന സമയത്ത് അതിലൊരു ഗൂഢാലോചന മണക്കുന്ന ബുദ്ധി എല്ലാവർക്കും ഉണ്ടാവില്ലേ? അത് അങ്ങയുടെ ശൈലിക്കും ചിന്തിക്കും ഉണ്ടാവില്ല. അപ്പോൾ ആ ഗൂഢാലോചന കൃത്യമായി പുറത്തു വരണമെന്ന് തന്നെയാണ് BJP ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് ആ ദിവസം, ഇപ്പോൾ താങ്കൾ പറയുന്ന ഗൂഢാലോചനയ്ക്ക് ആധാരം ആ ദിവസം രാവിലെ പുറത്തു വന്നതാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ദിവസം രാവിലെ പുറത്തു വന്നതിനെ കുറിച്ച് അങ്ങേക്ക് സംശയമില്ലാത്തതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി തന്നു എന്നാണ് പ്രതി.